എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു യാത്രയ്ക്ക് പോവാണേ. യാത്രയെന്ന് വെച്ചാൽ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു യാത്രയായത്. വളരെ സ്പെഷ്യലും എക്സൈറ്റഡും ഒക്കെ ആയിട്ടുള്ളൊരു യാത്രയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഒരാളെ കാണാനാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ആർമി ക്വാർട്ടേഴ്സ് വെച്ച് പരിചയപ്പെട്ടു. അവിടുന്ന് ഇപ്പോൾ ചേട്ടന് അടുത്തടുത്തോട്ട് പോസ്റ്റിംഗ് ആയപ്പോഴത്തേക്ക് അവർ നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി പോവുകയാണേ. പോകുന്ന വഴിയിൽ മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകതയല്ലേ കണിക്കുന്ന പൂക്കൾ കാണുന്നത്. എന്നാലോ വിഷു ആകുമ്പോൾ ഈ പൂവിട്ട് കാണാറുമില്ല. അത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെ? ഇപ്പം നമ്മൾ ടോളൊക്കെ എത്തുമ്പോൾ സാധാരണ പേയ്മെൻ്റ് ഒക്കെ ചെയ്യണ്ടേ? എന്നാൽ നമുക്ക് ഏട്ടൻ്റെ ID കാർഡ് കാണിച്ചാൽ മതി. ID കാർഡ് കാണിക്കുമ്പോൾ നേരെ അങ്ങനെ അങ്ങ് പോവാം. എല്ലാ ടോളിലും അങ്ങനെയാണ് കേട്ടോ. നമുക്ക് പേയ്മെൻറ്റോ ഫാസ്ടാഗ് അങ്ങനെയൊന്നും കൊടുക്കേണ്ടതില്ല. ID കാർഡ് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ തന്നെ പോകാൻ പറ്റും. അങ്ങനെ ID കാർഡൊക്കെ കാണിച്ചു. ID കാർഡ് കാണിച്ചിട്ട് നമ്മൾ എല്ലാം ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയാതെ ഈ കാര്യങ്ങളൊക്കെ മാത്രം ഞാൻ പറയാമല്ലേ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ശരിക്കും ഇതൊട്ടും പ്ലാൻ അല്ലാതെ പോവാണ്. രാത്രി 12 മണിയായപ്പോൾ പ്ലാൻ ചെയ്തു നമുക്ക് പോകാമെന്ന്. അങ്ങനെ 2 മണിക്ക് ഇറങ്ങണം എന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ അതും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ റെഡിയായൊക്കെ വന്നപ്പോഴത്തേക്കും 4:45 അങ്ങനെ 4:45 ആയപ്പോഴത്തേക്കുമാണ് റെഡിയായി ഇറങ്ങിയത്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ കൂടിയാണ് രാവിലെ ഇറങ്ങുന്നത്. തന്നെയല്ല, ലീവൊക്കെ കഴിഞ്ഞ് പോകാറായതുകൊണ്ട് ഇനിയുള്ള സമയം നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണല്ലോ. ഒരു മാസം വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ നിമിഷവും ഇനി വിലപ്പെട്ടതായി തുടങ്ങുന്ന ദിവസങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം എന്നുള്ള പ്ലാനിലും ആളിനെ എന്തായാലും കാണണം എന്നുള്ള പ്ലാനിലുമായിരുന്നു ഞങ്ങൾ പോകുന്നത് കേട്ടോ. അവർ 3 പേരും കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്തത് മാത്രമല്ല, അവർ വരാൻ ഓക്കെ ആയിരുന്നു. എൻ്റെ തിരക്ക് കാരണമാണ് നടക്കാതെ പോയത്. പക്ഷേ ഇത്തവണ എന്തായാലും കണ്ടേ അടങ്ങൂ എന്നുള്ള രീതിയിൽ തന്നെ പോവുകയാണേ. ആൾക്ക് ഞങ്ങൾ വരുമോ എന്നുള്ള കാര്യത്തിൽ ഇച്ചിരി ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, എത്തുമോ, എത്താറായോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും സേഫായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിറയിലിരിക്കുന്നതാണ് കഥാപാത്രം. മോന്, കുഞ്ഞ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ വന്ന് ഒന്ന് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തൃശ്ശൂർ ജില്ലയിലെ പുള്ളിലേക്ക് വിട്ടു. പുള്ള് സൂപ്പർ സ്ഥലമാണ്. നല്ല നാടനായിട്ടുള്ള നല്ല സ്ഥലം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ വലിയ റെയറാണ്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു സിറ്റി, എന്നാൽ ഉള്ളിലോട്ട് പോകും തോറും കുറച്ച് നാടനായിട്ടുള്ള രീതികൾ എല്ലാം കൊണ്ടും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു തൃശ്ശൂർ ജില്ല. നേരെ പോയത് പുള്ളിലെ താമരപ്പാടം കാണാൻ വേണ്ടിയിട്ടാണ്. അടിപൊളിയാണ്. എന്നാലും ഇച്ചിരി കുറവൊക്കെ ഉണ്ട്. പൂവൊക്കെ നല്ല വെയിലായതുകൊണ്ട് തന്നെ പൂവൊക്കെ വാടിപ്പോയിട്ടുണ്ട്. എന്നാലും ഇഷ്ടപ്പെട്ടു. കൊട്ടവഞ്ചിയിലുള്ള യാത്രകളും അവിടെ ഒരു കള്ളിഷാപ്പുണ്ട് അതിനടുത്തായിട്ട്. എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. കൊട്ടവഞ്ചിയിൽ ഒരാൾക്ക് 250 രൂപയാണ് റേറ്റ്. ഞങ്ങളെല്ലാവരും കൂടി പോകാനായിട്ട് ഒറ്റ കൊട്ടവഞ്ചി പറ്റാത്തത് കൊണ്ട് 2 കൊട്ടവഞ്ചി എടുത്തിട്ട് അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ പൊട്ടിച്ച് അവിടുന്ന് കൊട്ടവഞ്ചിയിൽ കയറി. ശ്രീയാൻവി ആദ്യമായിട്ടാണ് കൊട്ടവഞ്ചിയിൽ കയറുന്നത്. നമ്മുടെ നാടൻ വള്ളത്തിലൊക്കെ കയറാറുണ്ട്, എന്നാലും ഇത് ആദ്യമായിട്ടാണ് കൊട്ടവഞ്ചിയിലൊക്കെ കയറുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഡിയോകളും ഒക്കെ എടുക്കുക. ശ്രീയാൻവിക്ക് താമര പൊട്ടിച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. വീണ്ടും ഇനിയും വേണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കൊട്ടവഞ്ചിക്ക് ഒരു താമര എന്നുള്ള രീതിയിൽ ആ ചേട്ടൻ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി വരുന്നവർക്കും താമര ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ അത് ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. തന്നെയല്ല, നല്ല ഭംഗിയുണ്ട്. അതൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അങ്ങ് പോയില്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ നിന്ന് കണ്ടതേ ഉള്ളൂ. നല്ല രസമായിട്ട് ഒരു പ്രത്യേക വൈകുന്നേരം സമയത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുവരെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് വൈകിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും വെയിലൊക്കെ താന്ന് നല്ല ഒരു കാറ്റും അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ വൈബായിരുന്നു കേട്ടോ. വെക്കേഷനൊക്കെ കുട്ടികൾക്കുമായിട്ട് പോകാനായിട്ട് നല്ലൊരു സ്ഥലമാണ് തൃശ്ശൂർ. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നാടൻ ആയിട്ടുള്ള കുറച്ച് നാട്ടുവഴികളും ഇങ്ങനെയൊക്കെയുള്ള താമരപ്പാടം അതേപോലെയുള്ള കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. വെക്കേഷന് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊക്കെ ഒരു വലിയൊരു പുതുമകളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കൊട്ടവഞ്ചിയിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നല്ല രീതിയിലിട്ട് കറക്കുന്നുണ്ടായിരുന്നേ. ആദ്യം നല്ല രസമായിട്ട് തോന്നി, പക്ഷെ പിന്നെ കുറച്ച് നല്ല സ്പീഡിൽ കറക്കി. പക്ഷേ രസമായിരുന്നു. 2 കൊട്ടവഞ്ചിയിലായിട്ട് പോയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫോട്ടോസ് ഒരുമിച്ചുള്ളതൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും ഇറങ്ങിയിട്ട് അവളുടെ കൊട്ടവഞ്ചിയിലോട്ട് കയറിയിരുന്നു. എന്നിട്ട് ഏട്ടനെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. സൂര്യൻ നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഫോട്ടോസ് ഒന്നും വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ.
ഇതാണ് ഇവിടുത്തെ കള്ള് ഷാപ്പ്, താമരപ്പാടം കള്ള് ഷാപ്പ്. നല്ല സൂപ്പർ ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റാതെ നമ്മളത് എൻജോയ് ചെയ്യുന്നതിനിടയ്ക്ക് ഫോണിനകത്തിൽ എടുക്കാനോ അങ്ങനെയൊന്നും പറ്റാണ്ടായിപ്പോത്തില്ലേ, അങ്ങനെ അതും മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ അതിനടുത്തായിട്ട് തന്നെ ഈ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പം കുറച്ചുകൂടി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും കൊട്ടവഞ്ചിയും ഇതേപോലുള്ള ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് അവിടെയും നല്ല അടിപൊളി കാറ്റും ഒക്കെയാണ്, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വന്ന് നിൽക്കാനും ഒക്കെ. മറ്റേടത്ത് ഐസ്ക്രീമൊന്നും കണ്ടില്ല, അവിടെ ചായയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ആംബിയൻസ് ആണ്, സൂപ്പറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും എനിക്ക് ആർമി ക്വാർട്ടേഴ്സ് വെച്ചിട്ട് ഫ്രണ്ട്സിന് ഒരുപാട് കിട്ടാറുണ്ടെങ്കിലും മലയാളി ഫ്രണ്ട്സിന് എനിക്ക് കിട്ടൽ കുറവാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് മലയാളി ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയത് ഇവിടെ ആസാമി വെച്ചിട്ടാണ്. അതൊരു 10-16 പേരുണ്ട്. പക്ഷേ നേരിട്ട് ഞാൻ കാണാൻ പോയത് അനഘയാണ്. അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായി അവരുടെ നാടും അവരെയും ഒക്കെ. ഒരുപാട് നല്ല മൊമെൻറ്റ്സ് വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ നല്ല രസമായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോയിലോട്ട് എടുക്കാനോ ഒന്നും നമുക്ക് പറ്റിയില്ല. ചില മൊമെൻറ്റ്സൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് മാറില്ലേ, അങ്ങനെയുള്ള കുറേ ഓർക്കാനുള്ള നല്ല നിമിഷങ്ങൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് നേരെ വടക്കുന്നാഥനിലേക്ക് പോയി കേട്ടോ. എന്നാലും പക്ഷേ നല്ല രസമാണ് അവിടെ വൈകുന്നേരം. ആ ഒരു ആംബിയൻസ് അടിപൊളിയാണ്. നമുക്ക് ഫോട്ടോയൊന്നും അത്രയൊക്കെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിൽക്കാനും ഒക്കെ. ഒരു നമ്മൾ വൈകിട്ടിലത്തെ അമ്പലങ്ങളിലെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയാണല്ലോ, പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഫീൽ ചെയ്തു. ഞാൻ രാത്രിയിലൊക്കെ ആദ്യമായിട്ടാണ് വടക്കുന്നാഥന് വരുന്നത്. എനിക്കിഷ്ടമായി. പകലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ ഈ സമയം സൂപ്പറാണ്. പിന്നെ അവിടുന്ന് നേരെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു രാത്രി 12 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ ലീവ് കഴിയാറാവുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഓരോ നിമിഷവും ഭയങ്കര വിലപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തേക്ക് കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് വന്നിട്ട് തിരിച്ചു പോവാണ്. ഒരിക്കലും മറക്കാതെ നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു തൃശ്ശൂർ വന്നിട്ടുള്ളതും അനഘയെ കണ്ടതും. ഇങ്ങനെ നമ്മൾ കേരളത്തിൽ വെച്ചിട്ടൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ കാണുന്നതുമൊക്കെ എനിക്ക് തൃശ്ശൂരുകാരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്